20 കോടിയോളം ചിലവഴിച്ച് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ബിസിനസ് ക്ലാസ് ബസ്സുകളടക്കം KSRTC വാങ്ങുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കായംകുളം KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഡ്വക്കേറ്റ് U പ്രതിഭ MLAയുടെ അഭ്യർത്ഥന പ്രകാരം 2023-2024 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കായംകുളം KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ഇതൊരു നല്ല മുഹൂർത്തമാണ്. വളരെ രസകരമായ ഒരു കഥ ഇതിന്റെ പുറകിലുണ്ട്. കായംകുളം ബസ് സ്റ്റേഷൻ നമ്മുടെ MLA ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് പഴയ ബസ് സ്റ്റേഷന്റെ മുകളിലത്തെ കോൺക്രീറ്റ് ഇളകി വീണ് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന വാർത്തയോടുകൂടിയാണ്. പലപ്പോഴും പ്രതിഭ പറയും തലയിൽ കൂടെയൊക്കെ വീഴുകയാണ് എന്ന് നിയമസഭ വെച്ച് കാണുമ്പോൾ പറയും. 6.5 ദശാബ്ദത്തിലേറെ പഴക്കമുള്ള കേരളത്തിലെ ആദ്യ ബസ് സ്റ്റോപ്പുകളിലൊന്നായ കായംകുളം KSRTC ബസ് സ്റ്റേഷന്റെ പഴയ കെട്ടിടത്തിന് പകരമായി ആധുനിക സംവിധാനങ്ങളോടുകൂടി 19,500 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ ബസ് ടെർമിനൽ നിർമ്മിക്കുന്നത്. വിശാലമായി ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ഭിന്നശേഷി സൗഹൃദ കേന്ദ്രങ്ങൾ, ജീവനക്കാർക്കായി പ്രത്യേക ഓഫീസ് സൗകര്യങ്ങൾ, വിശ്രമമുറികൾ, സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മെഡിക്കൽ റൂം, കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് റൂം, വ്യാപാര കേന്ദ്രങ്ങൾ, ലിഫ്റ്റ് സൗകര്യങ്ങൾ, ശീതീകരിച്ച ഡോർമെറ്ററികൾ, ക്ലോക്ക് റൂം, ശൗചാലയങ്ങളടക്കം ശുചിത്വവും പരിസ്ഥിതി സൗഹൃദവുമായ ടെർമിനലാണ് നിർമ്മിക്കുന്നത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് U പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, IOFS KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം D അംബുജാക്ഷി, നഗരസഭാ കൗൺസിലർമാരായ S കേശുനാഥ്, ഗംഗാദേവി, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.